ഹായ്, വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. അതെ, മോഹൻലാലിന്റെ മകൾ ആദ്യമായി നായികയായി അഭിനയിച്ച തുടക്കം എന്ന സിനിമ കണ്ട് ഇപ്പോൾ വന്നേയുള്ളൂ. സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ കാണുന്നതിന് മുൻപ് ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 2000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ മണിക്കൂറിൽ 10,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യം. എന്തായാലും എന്റെ അനുഭവം പറയാം. സിനിമ എന്നെ സംബന്ധിച്ച് ഒരു മികച്ച സിനിമ. കഥയിൽ വലിയ പുതുമയൊന്നുമില്ല, പക്ഷെ മികച്ച രീതിയിലാണ് ജൂഡ് ആന്റണി സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പർ ആയിട്ടുണ്ട്. ഈ സിനിമയിൽ വിസ്മയെ കൂടാതെ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സായി കുമാർ, ഗണേഷ്, മനോജ് കെ ജയൻ, അങ്ങനെ കുറെ താരങ്ങളുണ്ട്. ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ലാലേട്ടനെ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എത്തിക്കേണ്ടത് എന്ന് ജൂഡ് ആന്റണി നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ജൂഡ് ആന്റണി ലാലേട്ടന്റെ കട്ട ഫാനാണ്. അത് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും സിനിമ ഗംഭീരമായിട്ടുണ്ട്. സിനിമയുടെ ആദ്യ പകുതി വേറെ ലെവൽ എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളെ ത്രില്ലടിപ്പിക്കും. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ആ ഒരു രീതിയിലാണ് സിനിമയുടെ ആദ്യ പകുതി പോകുന്നത്. ഇതിന്റെ തുടക്കം തന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ മകനെ കാണിച്ചുകൊണ്ടാണ്. അതിലെ പുള്ളിയുടെ ക്യാരക്ടർ എന്താണ് എന്ന് തുടക്കം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതായത് ആ ക്യാരക്ടറിന്റെ സ്വഭാവം ഇതൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ വിസ്മയയുടെ ക്യാരക്ടർ എന്താണ് എന്ന് നമുക്ക് ഇന്റർവെൽ വരെയും പറഞ്ഞു തരുന്നില്ല. അതിനുശേഷമാണ് അവരെന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നീടാണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടന്റെ രംഗങ്ങളെല്ലാം കിടുവാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഈ സിനിമയിലെ ഫൈറ്റ് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ ഫൈറ്റ് രംഗങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത്. സാധാരണ ലാലേട്ടന്റെ ഫൈറ്റ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ ആ ഒരു രീതിയിലല്ല, വേറൊരു രീതിയിലാണ് ഇതിൽ ഫൈറ്റ് രംഗങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ക്ലൈമാക്സ്. ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടു മനസ്സിലാക്കുക. പിന്നെ ഈ സിനിമ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കണം. പല കാര്യങ്ങളും ഈ സിനിമയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. തുടക്കക്കാരിയായിട്ടുള്ള വിസ്മയ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ പറയില്ല ഇവർ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന് പറയില്ല. ഗംഭീരമായിട്ട് വിസ്മയ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ, അധികം ഡയലോഗ്സ് ഒന്നുമില്ല, അയാളും ഗംഭീരമായി ചെയ്തിരിക്കുന്നു. മനോജ് കെ ജയൻ, സായി കുമാർ, എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരു പട്ടിയുണ്ട്, ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ആ പട്ടിയുടേതായിട്ട് നമ്മൾ കൈയടിച്ചു പോകും. എന്തായാലും സിനിമ സൂപ്പറായിട്ടുണ്ട്. നല്ല സംവിധാനം, അതായത് കഥയിൽ പുതുമയില്ല, പക്ഷെ എടുത്തു വെച്ചിരിക്കുന്ന രീതി ഗംഭീരമായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയണം. എല്ലാം കൊണ്ടും, അതായത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ ഗംഭീരമായി പണി എടുത്തിട്ടുണ്ട്. എന്തായാലും മികച്ചൊരു സിനിമ. സോഷ്യൽ മീഡിയയിൽ വിസ്മയെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ കളിയാക്കലുകളെല്ലാം നിന്നോളും. കാരണം ആ സിനിമയ്ക്ക്, അതായത് ആ ക്യാരക്ടറിന് എന്താണോ വേണ്ടത് അത് കൃത്യമായി വിസ്മയെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗംഭീരമായൊരു സിനിമ. വിസ്മയയുടെ തുടക്കം ഗംഭീരമായിട്ടുള്ള തുടക്കമായിരിക്കുന്നു. ഈ ഓണക്കാലത്ത് തുടക്കം എന്ന സിനിമ പ്രേക്ഷകരുടെ മനം കവരും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.